ശ്രീ സീതാറാം യെച്ചൂരിയുടെ ആകസ്മികമായ അന്ത്യം അതീവ ദുഃഖകരമാണ്. ഇന്ത്യ മുന്നണിയുടെ ശക്തനായ ഒരു നേതാവിനെയാണ് ഒരു നിർണായക ഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഇന്ത്യ മുന്നണി യോഗത്തിൽ പോലും വളരെ ആക്റ്റീവായി പ്രമേയം ഡ്രാഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചർച്ചകൾ ക്രോഡീകരിക്കാനുമൊക്കെയായി ശ്രീ യെച്ചൂരി വളരെ നിറഞ്ഞു നിന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. എന്തു തന്നെ ആയാലും ശരി, ദേശീയ രാഷ്ട്രീയത്തിൽ മതേതര ചേരിയുടെ ഒരു ശക്തനായ വക്താവ്, പൊളിറ്റിക്സിൽ പുറത്തും പാർലമെൻറ്റിനകത്തും പുറത്തും ഒക്കെ ഒരു ശക്തനായ നേതാവിനെയാണ് ഒരു നിർണായക ഘട്ടത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ശ്രീ രാഹുൽ ഗാന്ധിയും അതിലപ്പുറം ശ്രീമതി സോണിയാഗാന്ധിയൊക്കെ വളരെയധികം വിശ്വാസത്തിലെടുത്ത് വ്യക്തിപരമായി അദ്ദേഹത്തെ വളരെയധികം വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബംഗാളിലും കേരളത്തിലുമൊക്കെ വിഭിന്ന ചേരികളിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ഉള്ളപ്പോഴും ഇന്ത്യയിൽ മതേതര ചേരിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് വിട്ടുവീഴ്ച ചെയ്ത് പ്രവർത്തിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആകസ്മികമാണ്. ഞങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിലൊരു സുഹൃത്താണ്. വളരെ കുറഞ്ഞ സമയം ദേശീയ രാഷ്ട്രീയത്തിലും പാർലമെൻറ്റിലും ഒക്കെ ഉള്ളത് വെച്ച് അപ്പോഴേക്ക് വളരെ അടുത്ത ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ശ്രീ യെച്ചൂരിയുമായി വലിയ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അതീവ ദുഃഖമുണ്ട്. ബഹുമാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ യാത്രയിലാണ്. അദ്ദേഹവും ഈ ദുഃഖം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണി യോഗത്തിൽ ഞങ്ങൾ കഴിഞ്ഞ യോഗത്തിൽ പോലും ദീർഘനേരം സംസാരിച്ചത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം മതേതര ചേരിക്കുണ്ടാക്കിയ ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്കും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഓർക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വന്നിരിക്കുന്ന ഈ നഷ്ടം അതീവ തീവ്രമാണ്. അതിൽ പങ്കുചേരുക.